പാരമ്പര്യമായിട്ടുള്ള കഷണ്ടി ഉള്ളവർക്കോ ഹോർമോൺ സംബന്ധമായിട്ടുള്ള കഷണ്ടി ഉള്ളവർക്കോ ഏറ്റവും അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. മറ്റ് ഓയിൽസോ മെഡിസിൻസോ ട്രീറ്റ്മെൻറ്റ്സോ ഉപയോഗിച്ചതുകൊണ്ട് അത്തരത്തിലുള്ള പേഷ്യൻസിന് പൂർണ്ണമായും കഷണ്ടി മാറ്റാൻ സാധിക്കില്ല. ഇത്തരം കേസുകളിൽ DHT എന്ന ഹോർമോണിന്റെ വ്യതിയാനം മൂലം കഷണ്ടിയുള്ള ഏരിയയിൽ മുടിയുടെ വേരുകൾ പൂർണ്ണമായും നശിക്കുന്നു. അതുകൊണ്ടാണ് മറ്റു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഫലം കാണാത്തത്. ഹോർമോൺ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന കഷണ്ടി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നെറ്റി മുതൽ ക്രൗൺ ഏരിയ വരെയുള്ള മുടിയിഴകളെയാണ്. എന്നാൽ പിറകോട്ടുള്ള മുടി അഥവാ ചെവിയുടെ പിറകോട്ടുള്ള മുടിയെ അത് ബാധിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ചെവിയുടെ പിറകോട്ടുള്ള മുടി നമ്മൾ ട്രാൻസ്പ്ലാന്റേഷനായി തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന മുടി തികച്ചും നാച്ചുറലായി മറ്റുള്ള മുടികൾ പോലെ തന്നെ വളരുന്നതാണ്. ഈ മുടി നിങ്ങൾക്ക് 6 മാസത്തിന് ശേഷം ട്രിം ചെയ്യാം, കട്ട് ചെയ്യാം, ഷേവ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് മാറ്റിയെടുക്കാം. അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മുടി തികച്ചും നാച്ചുറലാണ്.